ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. ക്യാരറ്റും ക്യാബേജും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ക്യാരറ്റാണ്, അത് 2-3 എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഒരല്പം വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു സ്വല്പം കനത്തിൽ സ്വല്പം വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നെടുക്കുന്നത്. നമ്മൾ തോരന് വയ്ക്കും പോലല്ല. ഇനി നമുക്ക് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കണം. ക്യാബേജും അതുപോലെ തന്നെ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരല്പം കനം അതിനുമുണ്ട്. ഇത് രണ്ടും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞത് എൻ്റെ ലൈവിൽ വന്നിട്ട് തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ കട്ടിയുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാന് ഇതിൻ്റെ അടിയിലൊക്കെ കട്ടി ഉണ്ടെങ്കിലും ചെറുതായിട്ട് എൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിത് അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകം കുറച്ചൊന്ന് കറുപ്പ് കളറായിട്ടുണ്ട്. അതെന്തോ നന്നായിട്ട് വാഷ് ചെയ്താലും പോകുന്നില്ല. പിന്നെ ഈ ഹാൻഡിലൊക്കെ ഈ കളറും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറല്ല ഇത്. ഈ ലിഡിൻ്റെ ഹാൻഡിലൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ഈ കളറൊന്നും അല്ലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഇതിലേക്ക് പാചകം തുടങ്ങാം. പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് മതി. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആവരട്ടെ. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റും ക്യാബേജും ഇത് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മെഴുക്ക് പുരട്ടി വെക്കാറുണ്ട്, തോരനും വെക്കാറുണ്ട്. ശരിക്കും എനിക്കിത് രണ്ടും അത്ര താല്പര്യമുള്ളതല്ല കേട്ടോ. പക്ഷേ ഇതുപോലെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരിമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഒരു ചെറിയ സവോളയുടെ പകുതിയും അത് രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാന്താരിമുളകിന് പകരം പച്ചമുളകായാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതിൽ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയ കഷ്ണം അതിൽ കട്ട് ചെയ്യാതെ കിടപ്പുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് കാണിച്ചത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിതിലേക്ക് തേങ്ങ ചേർക്കാത്തത് ഇന്ന് ഞാൻ ഇതിന് കൂടെ ചെയ്യുന്ന കറികളൊക്കെ തേങ്ങയുള്ളതാണ്. മോര് കറി, അവിയൽ, തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി, ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ തേങ്ങ ഇതിൽ നിന്ന് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഈ ഇഞ്ചിയുടെ കൂടെ ചേരുമ്പോൾ നമുക്കിതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ ഈ ക്യാബേജ് അല്ലെങ്കിൽ ക്യാബേജ് തോരൻ വയ്ക്കുമ്പോൾ ഞാൻ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. ക്യാരറ്റിന് ചേർക്കാറില്ല. ക്യാബേജ് മെഴുക്ക് പുരട്ടിയോ തോരനോ ഒക്കെ വയ്ക്കുമ്പോൾ ഞാൻ ഒരല്പം ഇഞ്ചി കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ ആ ക്യാബേജിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇഞ്ചി നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാം. ഗ്രേറ്റ് ചെയ്താകുമ്പം എളുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ വലിയ പീസുകളാക്കി വെക്കാറുണ്ട്. കാരണം നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമാണത്. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ നമ്മുടെ കൈ മുറിയാനായിട്ട് ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വലിയ കഷ്ണമാക്കി തന്നെ വയ്ക്കുന്നത്. അപ്പം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേന് ഈ ആവിയൊക്കെ അടിച്ചിട്ട് നമ്മുടെ പാനിൻ്റെ ചെറിയ ചൂടും കൂടെ ഒക്കെ അടിക്കുമ്പോൾ നന്നായിട്ടിത് വെന്ത് വരും. നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഒരല്പം വേവുണ്ട് ക്യാരറ്റിനും ഇപ്പോഴത്തെ ക്യാബേജിനും ഒക്കെ ചെറുതായിട്ട് വേവുള്ളൊരു കൂട്ടത്തിലാണല്ലോ, പെട്ടെന്ന് കുഴഞ്ഞു പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരല്പസമയം നമ്മളൊന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട്
ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാണ്. നമുക്ക് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട് നമ്മുടെ ക്യാബേജിടെ. ഒന്ന് നിങ്ങൾ അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതാ ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ. താങ്ക് യു.